ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല വിറകടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കാണുന്ന ഫ്രണ്ട്സൊന്നും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ ചാനൽ ഒട്ടും തന്നെ റീച്ച് ആവുന്നില്ല. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നറിയാൻ ഒട്ടും താമസിയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ചിക്കൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. സവാള, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട തക്കാളിയാണ്. ഒരു തക്കാളി ഇതാ പൊടിയായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ഇതാ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാമൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ നിന്ന് പുരട്ടി വെച്ചത് അരമണിക്കൂർ വെച്ച ചിക്കനാണ് കേട്ടോ ഇത്. അതാണ് നമ്മൾ കറി വെക്കാൻ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ തട്ടിക്കൂട്ടൊരു അടുപ്പ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇത് ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ട് സവാള, പച്ചമുളക് ചേർത്തിട്ട് നല്ല രീതിയിൽ നിന്ന് വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകും നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി നന്നായി വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തക്കാളി കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നല്ല രീതിയിൽ തന്നെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മഞ്ഞൾപ്പൊടി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ നിന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയും ഏകദേശം 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മുളക് പൊടിയും കൂടെ വീണ്ടും വഴറ്റി കൊടുക്കാം. ഞാനിവിടെ നിറപറയുടെ ചിക്കൻ മസാല ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു ചിക്കൻ കറിക്കുള്ള മസാലയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ഈ മസാല നമ്മൾ മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാക്കറ്റോളം, ചെറിയ പാക്കറ്റാണ്, ആ ഒരു പാക്കറ്റോളം നിറപറയുടെ ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചിക്കൻ മസാലയുടെ കൂടി പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും വഴറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നല്ല മണമൊക്കെ നമ്മുടെ മസാലയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കനിൽ ഇപ്പോൾ മസാല നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ വേവാനുള്ള കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായി തന്നെ മിക്സായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് ചെറു തീയിൽ നല്ല രീതിയിൽ നിന്ന് ചിക്കൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഏകദേശം. ഇനി നമുക്ക് ചിക്കൻ തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചിക്കൻ നല്ല തിളച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ വേകുന്നുണ്ട്. വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനൊരു അരമുറി നാരങ്ങയുടെ നീരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മളിനി ഈ നാരങ്ങ നീര് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ഈ സമയത്താണ് ഇതിലേക്ക് നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർക്കുന്ന ആ ഒരു ഭാഗം എടുക്കാൻ പറ്റിയില്ല വീഡിയോ. പക്ഷേ നമ്മൾ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു. ഇനി അടുപ്പിൽ നിന്ന് നമ്മുടെ ചിക്കൻ കറി വാങ്ങി മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നോക്കി ആ ചട്ടിയുടെ ചൂടിൽ തന്നെ ആ ചിക്കൻ കറി തിളച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതിനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ചിക്കൻ കറി കറക്റ്റായിട്ട് സെറ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുപ്പിൽ വെച്ച് വേവിച്ച് നല്ല കിടിലൻ ടേസ്റ്റ് ചിക്കൻ കറി. നല്ല ടേസ്റ്റ് തന്നെയാണ് ചോറിൻ്റെ. അപ്പം നമ്മളിവിടെ ബീൻസ് തോരനും ചോറും പിന്നെ ചിക്കൻ കറിയും കൂട്ടിയാണ് കേട്ടോ കഴിക്കുന്നത്. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അടുപ്പിൽ വെച്ചുണ്ടാക്കിയ ചിക്കൻ കറി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അടുപ്പൊക്കെ ഉള്ളവരും സൗകര്യം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ചിക്കൻ കറിയാണ്. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്